നെസ്സിസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് കാണാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ വെല്യങ്ങാടി പോയിട്ട് ആണ് കേട്ടോ ആ ബ്രൗൺ റൈസ് വാങ്ങിയിട്ടുള്ളത്. 5 കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിയത്. പിന്നെ അത് പിറ്റേത്തെ ദിവസം അന്ന് ഞങ്ങൾക്കൊരു മരണം ഉണ്ടായിനി, അതിന് പോയി വരുമ്പോൾ ആണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് വെല്യങ്ങാടീൻ്റെ അടുത്ത് കൂടി അതിന് പോയിട്ടുണ്ടായിനി. പിന്നെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് അതിലേക്ക് അരി കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ കുതിർത്ത് വെച്ചിന് കേട്ടോ, ഒരു അരമണിക്കൂറൊക്കെ. പക്ഷേ ഇപ്പോൾ പിന്നെ കുതിർത്ത് വെക്കലൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കുക്കറിനെക്കാട്ടും എളുപ്പത്തിൽ തന്നെ ഈ അടുപ്പത്തു നിന്ന് ആവുന്നുണ്ട്. ചായ പരിപാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ പുറത്ത് തീ മുട്ടിയിട്ട് വെള്ളം വെച്ച് അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ടൈപ്പ് ചോറ് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് ചോറ് വെക്കുക. അപ്പോൾ അത് ഞാൻ ബാക്കി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. പിന്നെ പിറ്റേന്ന് തിളപ്പിച്ച് കഴിക്കുക. അപ്പോൾ ഇക്കാക്ക് റേഷൻ കടയിലെ അരി ഭയങ്കര ഇഷ്ടമാണ്. അത് പെട്ടെന്ന് ദഹിക്കും എന്നാണ് പറയുക. നമ്മൾ കുറുവൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനെ കിടക്കുമല്ലോ, ഇല്ല, അതുകൊണ്ട് വേഗം ദഹിക്കുമെന്ന് പറഞ്ഞിട്ട് ആ അരിയാണ് കേട്ടോ ഇക്കാക്ക് ചോറ് വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. പിന്നെ ബ്രൗൺ റൈസ് കൊണ്ട് ഞാൻ പുട്ടിന് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഈ റാഗിൻ്റെ പൊടിയും പുട്ടുപൊടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റാഗിൻ്റെ പുട്ടുപൊടി മാത്രം വെച്ചിട്ട് ഒരു ഇതുമില്ല കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ അതാണ് വെച്ചത്. പിന്നെ ചെറുപയർ ഒന്ന് പുഴുങ്ങിയിട്ട് വറവിട്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ചെറുപയറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ പുട്ടുപൊടി തീരെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ. പിന്നെ ഞാൻ ചെയ്തത് നമ്മൾ ആ ഒരു ബ്രൗൺ റൈസിൻ്റെ അരിയിലേക്ക് ആ പുട്ടുപൊടിയിലേക്ക് റാഗിപ്പൊടിയും കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത്. പിന്നെ കാക്ക വരുമ്പോൾ കുറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് വേഗം വേവിച്ചെടുത്തിട്ട് ജ്യൂസ് അടിക്കാനാണ് കാക്ക, അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗം അത് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇന്ന് ഈ ഒരു ടൈപ്പ് മത്തിയാണ് കേട്ടോ, മത്തി മുളകിട്ടതാണ് ഇന്ന്. പിന്നെ കയ്പ്പൻ്റെ ഉപ്പേരിയാണ്. അപ്പോൾ മത്തി മുളകിടാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചോറ് വെന്തതിന് ശേഷം വേഗം കറി കലക്കിയിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് വെന്ത് വരുമ്പോൾ ഞാൻ മീനിട്ട്, നല്ല ടേസ്റ്റുള്ള മത്തിയാണ് കേട്ടോ. ഇപ്പോഴത്തെ സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, പൊരിച്ചതായാലും മീൻ കറി ആയാലും ഒക്കെ. പിന്നെ ഈ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മെയ് 1 മോള് വരും എന്തായാലും. ഇനിയിപ്പോൾ പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോവുകയുള്ളൂ. കുറേ ദിവസം ഒരു 2-3 മാസം വീട്ടിൽ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവൾക്ക്. പക്ഷെ എന്നാലും അവിടെ അങ്ങനെ നിന്ന് ഒപ്പിച്ച് പോരുകയാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ 3 മാസം കഴിഞ്ഞില്ലേ തിരിച്ചങ്ങോട്ട് പോവുകയുള്ളൂ. അതുവരെ വ്യാപ്പൾക്കൊരു ബുദ്ധിമുട്ട് മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വെച്ചിട്ടാണ് അവളവിടെ നിൽക്കുന്നത്. പിന്നെ കയ്പ്പയിൽ കുറച്ചധികം വെല്ലുള്ളി ചേർക്കുകയാണെങ്കിൽ കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഫേവറേറ്റ് ആണ് കേട്ടോ കയ്പ്പപ്പേരി. പിന്നെ കയ്പ്പ മുളകിട്ടത്, അങ്ങനെ പല ടൈപ്പുണ്ട്. പക്ഷെ അധികവും ഞങ്ങൾ ഈ ടൈപ്പാണ് കേട്ടോ ചെയ്യുക. പിന്നെ കുറച്ച് തേങ്ങയും ചരുവിട്ട് കൊടുത്താൽ തീരെ കയ്പ്പുണ്ടാവില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വാടി വരണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതൊരു പച്ച കടിക്കുമ്പോഴാണ് അധികം കയ്പ്പ്. പിന്നെ ലാസ്റ്റ് അത് വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിലേക്ക്, തേങ്ങ ഇടായിട്ടൊരു സമാധാനക്കേട്, തേങ്ങ ഇടാതെയും കഴിക്കാം കേട്ടോ. പക്ഷേ തേങ്ങയും കൂടി ഇടുമ്പോഴാണ് ഈ കയ്പ്പപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ഞാൻ പുറത്ത് എൻ്റെ 1-2 വർഷത്തെ ഒരു ആഗ്രഹം ഉണ്ടായല്ലോ ഷീറ്റ് ഇടൽ, അത് ഏകദേശം നടക്കാനായി. സാധനമൊക്കെ കൊണ്ടുപോയി ഇറക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ, പണിക്കാർ. പിന്നെ പിറ്റേന്നാണ് വന്നത്. ഇപ്പോൾ ഷീറ്റും അങ്ങനത്തെ പൈപ്പും അങ്ങനത്തതൊക്കെ ഇറക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ആ മാവ് മുറിച്ചത് കൊണ്ട് തന്നെ നല്ല വെയിലും നല്ല വെളിച്ചമാണ് കേട്ടോ ആ ഭാഗം. മൊത്തത്തിലൊരു ഇരുടിൻ്റെ ഫീലിംഗ് ഇനി ആ ഒരു മാവ് ഉള്ളതുകൊണ്ട്, വലിയ മാവ് ഇനി അത്. അപ്പോൾ അത് ഏതായാലും ഓല് മുറിച്ചിട്ടുണ്ട് വീടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓല് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിനി, അത് നടത്തിക്കൊണ്ട് നിൽക്കുന്ന ഇടക്ക് കാക്ക് ഞാൻ ജ്യൂസ് അടിച്ചു കൊടുക്കണം കേട്ടോ. വത്തക്ക വായും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മാങ്ങ ഇവിടെ അങ്ങനെ അധികം കൊണ്ടുവരില്ലേ ഇല്ല, എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അധികം കഴിക്കും വിചാരിച്ചിട്ട് കാക്ക അങ്ങനെ കൊണ്ടുവരലില്ല. പിന്നെ പേരക്ക ഒരു മാങ്ങാണ് കേട്ടോ കൊണ്ടുവന്ന്. പിന്നെ പാക്കറ്റിൻ്റെ ഹോർലിക്സാണ് കേട്ടോ ഇപ്പോൾ വാങ്ങൽ, അതുകൊണ്ട് അതൊക്കെ ഞാൻ ഓരോന്ന് എടുത്ത് വെക്കണം. ഈ ഒരു കൊട്ട എന്താ അറിയില്ല കേട്ടോ, വാങ്ങിയതിൻ്റെ ശേഷം ആ കൊട്ട ഉയ്യലേ ഇല്ല. കൂടുതലില്ലെങ്കിലും ഇത് റോബസ്റ്റും ഒക്കെ ആണ് കേട്ടോ പിന്നെ വാങ്ങിക്കൊണ്ടുവരൽ. കൂടുതലില്ലെങ്കിലും ആ ഒരു കൊട്ട നിറച്ചും സാധനങ്ങൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ പറയാം നല്ല ഐശ്വര്യമുള്ള കൊട്ടയാണ് അത് എന്നറിയാം. പിന്നെ ബാക്കിയുള്ള പിന്നെ വത്തക്ക ഉണ്ടല്ലോ, അത് ഒരു കവർ കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. സ്ഥിരമായിട്ട് ചൂടുവെള്ളം കുടിക്കുന്ന ആളെ എനിക്കാക്കാം. പക്ഷേ ഇപ്പോൾ കുറച്ച് ഈ നല്ല വേനലൊക്കെ ആയതുകൊണ്ട് കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടാണ് കേട്ടോ കുടിക്കൽ. അപ്പോൾ എനിക്കും കൂടുതൽ തണുപ്പായാലും പ്രശ്നമാണ്. പിന്നെ താഴത്തെ റൂമിലേക്ക് ഞങ്ങൾ ചെറിയൊരു കട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കട്ടിൽ വാങ്ങാൻ കാരണം ഇവിടെ ഇനി മോള് വന്നാൽ ഇൻഷാ അല്ലാഹ് തൊട്ടിൽ കെട്ടാനൊന്നും സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ കട്ടിൽ വാങ്ങിയത്. അപ്പോൾ ഈ താഴത്തുള്ള വലിയ കട്ടിൽ മുകളിലേക്ക് ഇട്ട് പിന്നെ ആ ഈ ചെറിയ കട്ടിൽ ഏതായാലും വാങ്ങി ചെറിയ റൂമിലേക്ക്, നമുക്ക് മേലുള്ള ചെറിയ റൂമിലേക്ക് ഇത് ആവശ്യം കഴിഞ്ഞാൽ പിന്നീട് മനുവിൻ്റെ കല്യാണമൊക്കെ ഇൻഷാ അല്ലാഹ് നടക്കുകയാണെങ്കിൽ
പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുമല്ലോ, അപ്പോൾ ഇത് അങ്ങോട്ട് ഇടാൻ വെച്ചിട്ടാണ് വലുത് വാങ്ങാഞ്ഞത്. പിന്നെ എന്താ ഞങ്ങൾ അന്നത്തെ ചോറാണ് കേട്ടോ അത്. ഇതാ കണ്ടില്ലേ 2 റൈസ്, പിന്നെ ഇതാ കയ്പ്പൻ്റെ ഉപ്പേരും മത്തി പൊരിച്ചതും ഒക്കെ ഉണ്ട്. മത്തി പൊരിച്ചത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. എന്ത് വലിയ മീനുണ്ടായിട്ടും കാര്യമില്ല, ഈ മത്തി പൊരിച്ചതിനും മത്തി മുളകിട്ടതിനും ടേസ്റ്റ് അത് ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത രുചിയാണ്. പിന്നെ അതാ ഇവിടെ പണിക്കാർ വന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ല അവിടെയൊക്കെ ഒരു ഫ്രെയിമൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള മരത്തിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ് കാക്ക. അപ്പോൾ അവർക്ക് ഷീറ്റ് ഇടാനാകുമ്പോഴത്തേനൊക്കെ. പിന്നെ അതാ മുകളിൽ ഇപ്പോൾ ഡെയിലി കയറി ഇറങ്ങലും ഉപയോഗിക്കലും ഉണ്ട് കേട്ടോ. അത് കയറി ഇറങ്ങാതെയും ഉപയോഗിക്കാതെയും വെച്ചിട്ടാണ് ആ ഒരു ടൈലൊക്കെ പൊട്ടിപ്പോയത്. തീരെ ഒരു ആൾപെരുമാറ്റവും പിന്നെ വാതിൽ തുറക്കലും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ വെയിൽ അല്ല ചൂട് കൊണ്ട് അങ്ങനെ വിങ്ങിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പൊട്ടിപ്പോയത്. ടൈലൊക്കെ അത്രയും കഠിനമായ ചൂടാണ് മോൾ ഭാഗത്തേക്ക്. അപ്പോൾ പിന്നെ ഞാനിതാ കാക്കനോട് ഞാൻ പറയാം, നമ്മൾ ഡെയിലി ഇത് ഉപയോഗിച്ചാൽ തന്നെയുള്ളൂ അത് അവിടെ ക്ലീനായി കൊണ്ടെടുക്കാനും പറ്റുള്ളൂ. നമുക്ക് വെറുതെ മുകളിൽ വീടുണ്ട് ആളില്ലാറുണ്ട് കാര്യമില്ല, നമ്മളുള്ള ആൾക്കാർ നമുക്ക് എല്ലാ ഭാഗത്തും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അവിടെ വല്ലപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യാൻ വരലുള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന ദിവസം നല്ല പണിയും ഉണ്ടാകലുണ്ട്. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു ബാൽക്കണിയിൽ. ബാൽക്കണിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു വീടിനത് വേസ്റ്റാണ്. ഞങ്ങൾ തീരെ ആ വാതിൽ തുറക്കൽ പോലുമില്ല. എപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യാൻ മാത്രം തുറക്കും, അത് അടയ്ക്കും, അങ്ങനെയാണ് പതിവ്. അതുകൊണ്ടാണ് അടച്ചിടുന്നതിനോണ്ടാണ് അവിടെ വൃത്തികേടായാലും നമ്മൾ കാണുകയില്ല. ഇതാ കണ്ടില്ല താഴത്തെ കട്ടിൽ മുകളിലേക്ക് എടുത്തുകൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ മോള് വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാമല്ലോ, അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോഴും ഒക്കെ അങ്ങനെ കിടക്കാമല്ലോ വിചാരിച്ചിട്ട് വലിയ കട്ടിൽ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ മോള് പ്രസവിച്ചെടുക്കുമ്പോൾ കുട്ടികൾക്ക് അവിടെ കിടക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാമല്ലോ വിചാരിച്ചിട്ടാണ് വലിയ കട്ടിൽ മുകളിലേക്ക് ഇട്ട്. ഇതിപ്പോൾ ഇനി അവിടെ നിന്നോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആ കർട്ടന് പഴയ കർട്ടനാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇതൊന്നും ഞാൻ എനിക്ക് ഇഷ്ടമില്ല ആ കർട്ടൻ. പക്ഷേ ഇക്കാക്ക് ഞാൻ വാങ്ങിയ കർട്ടന് കുറ്റം പറയും, ഞാൻ ഇക്കാക്ക് വാങ്ങിയ കർട്ടനും കുറ്റം പറയും. അങ്ങനെ നമ്മൾ തമ്മിൽ കുറ്റം പറയുന്ന ഒരു കർട്ടനുകളാണ് കേട്ടോ അത്. അപ്പോൾ ബാക്കിയുള്ള കർട്ടനൊക്കെ എടുത്തു വെച്ചത് ഇനി അൽമാരിയിൽ ഇങ്ങനെ മടക്കി വെച്ചത് ഉപയോഗമില്ലാതെ വെറുതെ കാര്യമൊന്നുമില്ല, അത്രയും പൈസ ചിലവാക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്ത് കർട്ടനൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ ടൈറ്റിൽ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ, വലിയ ജോലി അല്ലെങ്കിലും ഒരുപാട് പൈസ കിട്ടുന്ന കാര്യങ്ങളില്ലെങ്കിലും ഒരു 500 ആയാലും ഒരു 1000 ആയാലും ഒക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന പൈസ കൊണ്ട് ഒരു ഉപകാരപ്പെട്ടൊരു സന്ദർഭം ഇനി കഴിഞ്ഞൊരു 3-4 ദിവസം മുമ്പുണ്ടായത്. അപ്പോൾ ഇക്കാക്ക രാവിലെ തന്നെ എണീറ്റപ്പോൾ കണ്ണിന് ഭയങ്കര വേദനയും പുകച്ചിലും എന്തൊക്കെയോ അസ്വസ്ഥത പ്രകടിപ്പിച്ച് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നാണ്. അപ്പോൾ ഞാൻ വേഗം പിയാപ്പിളിനെ വിളിച്ചു. അവിടെ അടുത്തെവിടെയും കണ്ണിൻ്റെ ഡോക്ടർ ഹോസ്പിറ്റൽ എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഞായറാഴ്ചയാണ്, അതുമല്ല പിന്നെ അവിടെ നമ്മുടെ തൊട്ടടുത്ത് അതില്ല കേട്ടോ, കണ്ണിൻ്റെതില്ല. പല്ലിൻ്റെത് ഇഷ്ടം പോലെ ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്, കണ്ണിൻ്റെ ഇല്ല. അപ്പം കാക്ക വന്നാൽ നമുക്ക് വേഗം മെഡിക്കൽ കോളേജിൽ പോകാറ്. ഞങ്ങൾക്കൊരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിട്ടോ 2 വീലർമേൽ. അപ്പോൾ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയി. കണ്ണിലെന്തോ മുറിവ് പറ്റിയതാണ്. തലേന്ന് രാത്രി ഞാൻ പറഞ്ഞില്ല ഇവിടെ ഓപ്പൺ ടെറസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ പൊടി കുടുങ്ങിയിട്ട് രാത്രി തിരുമിയിട്ടുണ്ടാവും. അങ്ങനെ നല്ലൊരു മുറിവ് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ കാണിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാനൊക്കെ ഞാനും കാക്കിയും കൂടിയാണ് പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ ഓല് പറഞ്ഞ് 2-3 ടൈപ്പ് മരുന്ന് വാങ്ങാനുണ്ട്, ഒരു മരുന്ന് പെട്ടെന്ന് വേണം, മരുന്ന് കണ്ണിലൊറ്റിച്ചിട്ട് ക്ലീൻ ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് ബൈ സ്റ്റാൻഡറോടാണല്ലോ ഓല് പറയുക. അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ പോയിട്ട് പുറത്ത് വിട്ട് മരുന്ന് വാങ്ങി കൊണ്ടുപോയി, പിന്നെ കണ്ണ് ഈ ക്ലീൻ ചെയ്യാനുള്ള ഓയിൽമെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളുമാണ്. അപ്പോൾ പിന്നെ വേഗം കൊണ്ടുപോയി പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി വേഗം പോയി. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ, എൻ്റെ എൻ്റെ ബാഗിൽ പൈസ ഉണ്ടായി. അപ്പം ഞാൻ ഏറ്റവും അഭിമാനം തോന്നിയൊരു നിമിഷം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ജോലിയൊന്നും എടുക്കുന്നില്ല, നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാക്കൊക്കെ ഒരു അത്യാവശ്യം അങ്ങനെ ഡോക്ടർ അത് വാങ്ങിക്കോളി എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ ചോദിക്കുക, വിചാരിക്കുക അപ്പോൾ ഈ കാക്കനോട് തന്നെ പൈസ വാങ്ങിയിട്ട് വേണം നമുക്ക് മരുന്ന് വാങ്ങാൻ പോകാൻ. അൽഹംദുലില്ലാ എൻ്റെ കൈമേൽ ആ പൈസ, ഞാൻ ജോലിയെടുത്ത പൈസ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓലോട് അതൊക്കെയൊരു സത്യത്തിൽ 250-300 ആയിട്ടേ ഉള്ളൂ മരുന്നിന്. പക്ഷെ എന്നാലും അവർ പെട്ടെന്ന് നല്ലൊരു അഭിമാനം തോന്നിയൊരു നിമിഷം ഇനി അത്. ഇതേപോലെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വന്നത് എനിക്ക് ഓർമ്മയിൽ വന്നത് പറയാണ്. അല്ലെങ്കിൽ ഈ കാക്കനോട് പൈസ വാങ്ങിയിട്ട് ആ പേഴ്സ് വാങ്ങി അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ എടുത്തിട്ട് പോയി വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കണം. എല്ലാ കാര്യങ്ങളും കാക്കനാണ് ചെയ്യൽ. പക്ഷെ എന്നാലും ഇതേപോലത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് മുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരങ്ങളുണ്ടല്ലോ, അത് ശരിക്ക് എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി, അതിലേറെ അഭിമാനവും തോന്നി. നമ്മളെ കയ്യിൽ നമ്മൾ ജോലിയെടുത്ത പൈസ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടുകാരൊരാവശ്യത്തിന് എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ബാങ്കിലിട്ട് വെച്ചാലും ഉപകാരമില്ല കേട്ടോ, ഇതേപോലെ ചിലവാക്കുകയും ചെയ്യണം.
അതെനിക്ക് പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും എല്ലാ വീട്ടമ്മമാരോടും പറയുന്നത്, നമ്മൾ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഓല് തരുന്ന പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ അതൊരു സുഖമില്ലല്ലോ. പക്ഷെ ഇത്രയും കാലം അങ്ങനെ തന്നെ ആയിന് കേട്ടോ, അത് പറയാതെ വയ്യ. എന്നാലും ഇങ്ങനൊരു പ്രത്യേകത മാനസികാവസ്ഥ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും നമുക്ക് ഏറ്റവും അധികം ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണല്ലോ ഈ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അറിയുന്നത്. പക്ഷെ അതാണെങ്കിൽ അത് വേറെ ഞാൻ പല മാർഗ്ഗങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നുമില്ല. പിന്നെ ആകെ ഒന്ന് സക്സസ് ആയി എന്ന് പറഞ്ഞത് ഈ ഫുഡ് ഉണ്ടാക്കണതും എൻ്റെ യൂട്യൂബാണ്. അപ്പോൾ ഇത് രണ്ടും എല്ലാ മാസവും യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ലെങ്കിലും വരുമാനം കിട്ടുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. 2-3 മാസം കൂടുമ്പോൾ ആണെങ്കിലും 12,000 ആ ഒരു 12,000 10,000 13,000 ആ ഒരു റേഞ്ചിലാണ് അൽഹംദുലില്ലാഹ് യൂട്യൂബിൽ നിന്ന് കിട്ടല്. അപ്പോൾ ആ പൈസയും പിന്നെ കുട്ടികൾ എന്തെങ്കിലും തരുന്ന പൈസയും പിന്നെ അതേപോലെ കുട്ടികൾ തരുന്നതിനെക്കാട്ടി ഉപരി ഞാൻ ജോലി എടുക്കുന്ന പൈസ കൊണ്ടാണ് എനിക്ക് അഭിമാനമുള്ളത്. പിന്നെ ഇക്കാകനോടാണെങ്കിൽ അന്നൊക്കെ ഞാൻ 100-50 ഡെയിലി പണിക്ക് പോകുമ്പോൾ ചോദിക്കലുണ്ടേനി. പക്ഷെ ഞാനിപ്പോൾ അതും ചോദിക്കലും ഇല്ല കേട്ടോ. പിന്നെ മുകളിൽ കാക്കൻ്റെ ഗാർഡനിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഗാർഡൻ ഒന്ന് വിപുലപ്പെടുത്താനുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ചട്ടി കിട്ടിയിട്ടുണ്ടല്ലോ, കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ചില പഞ്ചായത്തിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് തക്കാളി നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയ തക്കാളിയാണ്, വലുതാവുന്നില്ല. എന്താ വളത്തിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല. കണ്ട് ഈ ഒരു വലിപ്പമേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് കാക്ക നനയ്ക്കാൻ വരുമ്പോൾ ഞാനും ചില സമയത്ത് വരും. ഞാൻ എന്തിനാണ് വരുന്നത് വെച്ചാൽ പഴുത്ത തക്കാളി തിന്നാൻ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ പച്ചമുളകും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ ചട്ടി കിട്ടിയല്ലോ, അതിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മണ്ണും അതിൻ്റെ കൂടെ തന്നെ 10 ചട്ടിയും മണ്ണുമാണ് കേട്ടോ. വളട്ട മണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണുണ്ടാവില്ല, എന്തോ എന്താണ് ചാണകമൊക്കെ ചേർത്ത പൊടിയാണ്, മണ്ണാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അത് മിക്സ് ചെയ്യുക. ശരിക്ക് ഇതിൻ്റെ കൂടെ വാങ്ങിയവർ പറയുന്നത് കുറച്ച് നമ്മൾ സാധാ മണ്ണും കൂടി ചേർക്കണമെന്നാണ്. ഇത് വളമുള്ളതിനോണ്ട് അപ്പോൾ അതാ കരിയിൽ അടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം മണ്ണ് നിറച്ച് ഫുള്ളായിട്ട് നിറച്ചില്ല കേട്ടോ. പിന്നെ അതിൽ തൈകൾ വെച്ചെടുക്കുകയാണ്. വഴുതനങ്ങയും പച്ചമുളകും തക്കാളിയാണ് മെയിനായിട്ട്. പക്ഷെ എനിക്ക് വെണ്ട അതിന് കേട്ടോ ഭയങ്കര ഇഷ്ടമുണ്ടായിന് ഇത്. അപ്പോൾ വെണ്ടക്കൻ്റെ തൈ വാങ്ങണം. ഇനി 5 ചട്ടിയും കൂടി ഉണ്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. 5 എണ്ണമാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഉള്ള തൈ ഉണ്ടല്ലോ അല്ലോ, ഈ മണ്ണിൻ്റെ കൂടെ 10 തൈയും കിട്ടിയിട്ടുണ്ട്. ഇനി അതും കൂടി കുഴിച്ചിടുന്നത്. ഇപ്പോൾ കാക്കൻ്റെ ഫ്രീ ടൈം മുഴുവൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ചെടി നോക്കിയിട്ടും പിന്നെ പുറമെ ഓപ്പൺ ടെറസിൽ ഞാൻ കാണിച്ചെൻ്റെ ഓപ്പൺ ടെറസിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ ഞെട്ടിപ്പോകും. അത്രയും സാധനങ്ങൾ ഞാൻ എത്രയോ ആയി കാക്കനെ പറയുന്നത്. ആ സാധനങ്ങളൊക്കെ കുറേ ഇരുമ്പ് സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വിറ്റാൽ അവിടെ ക്ലീൻ ആകാൻ കിട്ടും, കുറച്ച് പൈസ ക്ലീൻ ആവുകയും ചെയ്യും, കുറച്ച് പൈസയും കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ അതായത് ഷീറ്റിൻ്റെ പണി കഴിയട്ടെ. ഷീറ്റിൻ്റെ പണി കഴിഞ്ഞാൽ കുറച്ച് അവിടുത്തെ ആ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടാത്തതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വിൽക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടി വീഡിയോകളാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.